രാജ്യം ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അസാധാരണമായ ചില സ്വയം നിയന്ത്രണ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിലെ റാലിയില് മുന്നോട്ടുവച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യന് സംഘർഷം കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യത്തില് ഭാരതം വലിയൊരു ഊർജ്ജ സാമ്പത്തിക പ്രതിസന്ധിയുടെ നിഴലിലാണെന്ന വ്യക്തമായ സൂചനയാണ് മോദിയുടെ വാക്കുകളിലുള്ളത്. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും വിദേശയാത്രകള് മാറ്റിവെക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങള് കേവലം ഉപദേശങ്ങളല്ല, മറിച്ചു വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക ആഘാതത്തിന്റെ മുന്നറിയിപ്പായാണ് സാമ്പത്തിക വിദഗ്ധര് കാണുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളില് ഏറ്റവും ഞെട്ടിക്കുന്നത് സ്വർണത്തോടുള്ള വിലക്കാണ്. ഒരു വർഷത്തേക്ക് കുടുംബ ചടങ്ങുകൾക്ക് പോലും സ്വർണം വാങ്ങരുത് എന്ന ആഹ്വാനം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സ്വർണ വിപണിയെ തകർക്കാന് പോന്നതാണ്. സ്വർണ ഇറക്കുമതിക്കായി രാജ്യം വൻതോതില് വിദേശനാണ്യം ചിലവഴിക്കുന്നത് ഒഴിവാക്കി വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. എന്നാല് ഇത് സ്വർണ്ണക്കടകള് പൂട്ടുന്നതിലേക്കും അനുബന്ധ മേഖലയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിലേക്കും നയിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സ്വർണത്തിനുമേല് അനൌദ്യോഗികമായൊരു നിയന്ത്രണം സർക്കാർ കൊണ്ടുവരികയാണോ എന്ന ചോദ്യവും ഉയരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം ഉടനൊന്നും തീരില്ലെന്ന വിലയിരുത്തലും മോദിയുടെ പ്രസ്താവന ചർച്ചയാക്കുന്നുണ്ട്. ഇന്ധന ഉപയോഗം കുറയ്ക്കാന് വർക്ക് ഫ്രം ഹോം വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്ന നിർദ്ദേശം കോവിഡ് കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. മെട്രോ ട്രെയിനുകൾ ഉപയോഗിക്കുക, കാർപൂളിംഗ് നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ വഴി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കാനാണ് മോദി ലക്ഷ്യമിടുന്നത്. രാജ്യം കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി പരോക്ഷമായി സമ്മതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. റഷ്യ-ഉക്രൈന് യുദ്ധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലും സംഘർഷം പടരുന്നത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ സാരമായി ബാധിക്കുമെന്ന ഭയം സർക്കാരിനുണ്ട്. എന്നാല് പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനത്തെ രാഷ്ട്രീയ തന്ത്രമായാണ് പ്രതിപക്ഷം കാണുന്നത്. വരാനിരിക്കുന്ന വലിയ ഇന്ധനവില വർധനവിനെ ന്യായീകരിക്കാനുള്ള മുൻകൂർ ജാമ്യമാണിതെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികള് ആരോപിക്കുന്നു. രാജ്യസ്നേഹം പറഞ്ഞ് ജനങ്ങളെ വൈകാരികമായി സ്വാധീനിച്ച് വിലക്കയറ്റത്തെ പ്രതിരോധിക്കാനാണ് മോദി ശ്രമിക്കുന്നത്. ഇന്ധനവില കുത്തനെ കൂട്ടിയാല് ജനങ്ങള് തെരുവിലിറങ്ങാതിരിക്കാന് രാജ്യത്തിനുവേണ്ടിയുള്ള ത്യാഗം എന്ന ആഖ്യാനം മുൻപേ തയ്യാറാക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കണമെന്ന നിർദ്ദേശം സാധാരണക്കാരന്റെ അടുക്കളയെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഇറക്കുമതി കുറയ്ക്കുക വഴി വ്യാപാര കമ്മി കുറയ്ക്കാനാണ് സർക്കാർ നോക്കുന്നത്. എന്നാല് സാധാരണക്കാരന്റെ ഭക്ഷണക്രമത്തില് പോലും നിയന്ത്രണം നിർദ്ദേശിക്കുന്നത് രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നതിന്റെ സൂചനയാണ്. വിദേശയാത്രകള് ഒഴിവാക്കണമെന്ന നിർദ്ദേശം വിനോദസഞ്ചാര മേഖലയ്ക്കും വിമാനക്കമ്പനികൾക്കും വലിയ തിരിച്ചടിയാകും. വിദേശനാണ്യം പുറത്തേക്ക് പോകുന്നത് തടയാനുള്ള ഈ നീക്കം അന്താരാഷ്ട്ര തലത്തില് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഭാഗികമായ ലോക്ഡൌണ് പരിഗണനയിലില്ലെന്ന് സർക്കാര് വൃത്തങ്ങള് പറയുന്നുണ്ടെങ്കിലും നിർദ്ദേശങ്ങളുടെ സ്വഭാവം അതീവ ഗൌരവമുള്ളതാണ്. രാജ്യത്തിനുവേണ്ടി മരിക്കുക മാത്രമല്ല, ജീവിക്കുന്നതും രാജ്യസ്നേഹമാണെന്ന മോദിയുടെ പരാമർശം ജനങ്ങളുടെ മേല് വലിയൊരു ഉത്തരവാദിത്തം കെട്ടിവെക്കുന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം നീണ്ടുപോയാല് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി പൂർണ്ണമായും തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. ഈ യാഥാർത്ഥ്യം മോദിക്കറിയാം. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ ഈ നിയന്ത്രണങ്ങള് വിപണിയില് വലിയ മാന്ദ്യമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണ വിപണി പോലെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയില് വലിയ പങ്കുവഹിക്കുന്ന മേഖലകളെ ഇത് തളർത്തും. വരും ദിവസങ്ങളില് പെട്രോളിയം മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും കൂടുതൽ കർശനമായ മാർഗനിർദ്ദേശങ്ങള് പുറപ്പെടുവിച്ചേക്കാം. പ്രധാനമന്ത്രിയുടെ ഈ അസാധാരണ ഇടപെടല് ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയാണോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിലെ ചലനങ്ങള് ഇന്ത്യയുടെ ഓരോ സാധാരണക്കാരന്റെയും കീശയെയും അടുക്കളയെയും ബാധിക്കുമെന്ന് തന്നെയാണ് മോദി പറയുന്നത്.